കേരള നവോത്ഥാന രംഗത്ത് മാറ്റിവെക്കാൻ കഴിയാത്ത അധ്യായമാണ് ശുഭാനന്ദ ഗുരുവിൻ്റേത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ പോരാടിയ ഈ മഹാപുരുഷന്റെ 74-ാം ദേഹവിയോഗ ആചരണത്തിലാണ് ചെങ്ങന്നൂർ ശ്രീ ശുഭാനന്ദ ആശ്രമവും വിശ്വാസികളും. കർക്കടകം 13-നായിരുന്നു ഗുരുവിന്റെ ദേഹവിയോഗദിനം. അന്യായമായ ജാത്യാചാരങ്ങളുടെ മൂർധന്യത്താൽ ഏറെ കലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് കേരളത്തെ ഈശ്വരമാർഗത്തിലൂടെ അറിവിലേക്ക് നയിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച നവോത്ഥാന നായകനായ ശുഭാനന്ദ ഗുരുവിന്റെ ആഗ്രഹത്താൽ സ്ഥാപിതമായ ആശ്രമമാണ് ചെങ്ങന്നൂർ ശ്രീ ശുഭാനന്ദ ആശ്രമം. കേരള നവോത്ഥാനത്തിന്റെ പ്രവർത്തന കാലത്ത് ഗുരു പത്തനംതിട്ട മല്ലപ്പള്ളി ചെങ്ങന്നൂർ പ്രദേശത്ത് വരികയും ഇവിടെ ഒരു ആരാധനാലയം വേണമെന്ന് ആഗ്രഹം അറിയിക്കുകയും ചെയ്തു എന്നാണ് ഈ ആശ്രമത്തിന്റെ ഐതിഹ്യം. ഇതിന്റെ ഭാഗമായി അന്നുണ്ടായ ജനങ്ങൾ ഒരു പർണശാല കെട്ടി ഇവിടെ ആരാധന നടത്തി പോന്നിരുന്നു. ഏറെ കാലത്തിനു ശേഷം ഈ പർണശാല പുരോഗമിച്ചാണ് ഇന്നു കാണുന്ന വലിയ ആശ്രമം ഇവിടെ ഉയർന്നത്. ജാതിക്കും മതത്തിനും അതീതമായി സർവമത പ്രാർത്ഥനകളും ലോകശാന്തിക്കും ലോകസമാധാനത്തിനും വേണ്ടി ലോകരക്ഷയ്ക്ക് വേണ്ടിയും ഈ ശാഖയിലെ മുഴുവൻ ഭക്തജനങ്ങളും ഒന്നായി നിന്ന് പ്രാർത്ഥിക്കുകയും അതിൽ കൂടി വളരെയധികം ഭക്തജനങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരികയും തുടർന്നുള്ള ജീവിതത്തിൽ അവരുടെ സൗഭാഗ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് ലോകശാന്തിക്കും സമാധാനത്തിനു വേണ്ടി അവർ ഒന്നടങ്കം ഗുരുവിനോട് അപേക്ഷിക്കുകയും ആ അപേക്ഷയുടെ ഫലമായി അടിയങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കുവാൻ വളരെയധികം അറിയുവാനുള്ള വളരെയധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം ഗുരുവിനാൽ അടിയങ്ങൾക്ക് സാധിച്ചു തന്നു. രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമായ ഈ കർക്കിടക മാസത്തിൽ ഈ പുണ്യാത്മാവിന്റെ ദേഹവിയോഗത്തിന്റെ ഭാഗമായി 41 ദിവസം നീണ്ടു നിൽക്കുന്ന നാമസങ്കീർത്തന ആലാപനത്തോടെയുള്ള പ്രാർത്ഥനയാണ് ചെങ്ങന്നൂർ ശുഭാനന്ദാശ്രമത്തിൽ നടക്കുന്നത്. കേരള നവോത്ഥാനത്തിന്റെ വലിയ മുഖമുദ്രയായി ശുഭാനന്ദ ഗുരുവിനാൽ സ്ഥാപിതമായ ചെങ്ങന്നൂർ ശ്രീ ശുഭാനന്ദാശ്രമം നിലകൊള്ളുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട.